ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ആ പതിവില്ല. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോൾ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിൻ്റെയും പോസ്റ്റർ അടിച്ചതിൻ്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പണം കൊണ്ട് കോൺഗ്രസ്സുകാരെ വിട്ടതും അങ്ങനെയാണോ? രണ്ടുപേരും ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അല്ല, അത് നമുക്ക് 10-ാം തീയതി കഴിഞ്ഞ് പറയാം. അല്ലല്ല, ഞാൻ 10-ാം തീയതി കഴിഞ്ഞാൽ പറയാമെന്നേ. 16 ഞാൻ പറയാം. അതെ, തീർച്ചയായിട്ടും ആയിക്കോട്ടെ, അതിനെന്താ. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്ക് തണലായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഞാൻ ഫയലിൽ വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തുകയില്ല. കാരണം എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഒരു പുകമറയും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. അല്ലല്ല, നിയമപരമായി ദേശീയ വനിതാ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ 10-ാം തീയതിക്ക് ശേഷം ഇതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ്. ഒരു മിനിറ്റ് ഇപ്പോൾ പൂർത്തിയാക്ക്. ഒരു മിനിറ്റ് അല്ല, ഒന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ കേൾക്കണം. ഞാൻ നേരിട്ട് അവിടെ സംസാരിച്ച ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകൻ കൂടുതൽ അതിന്റെ ബാക്കി പറഞ്ഞാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ല, പറയുന്നോണ്ട് ഒരു ഈ തിരക്കഥയിൽ ഞാൻ പറയുന്നു, ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 30 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ട് ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാ രീതിയിലും എന്നെ തകർക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ രേഖയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസിന് ഞാൻ പരാതി കൈമാറും. 10-ാം തീയതിക്ക് ശേഷവും ഞാൻ ഈ കേരളത്തിലുണ്ടാകും, ഈ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകും. എൻ്റെ കയ്യിൽ ചിലർ ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് ഉണ്ടാകും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ 11-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കും. കലക്ടർ നോക്കൂ, അല്ലല്ല, ഞാൻ പറഞ്ഞത് കലക്ടറെ കലക്ടർ എന്നോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ സഹോദരി, ഞാൻ പറയട്ടെ. നിങ്ങൾ എന്താണ് ഇത്ര ഊർജം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. എന്താ വ്യക്തതയില്ലാത്തത്? നിങ്ങൾക്ക് മാത്രമേ വ്യക്തതയില്ലാത്തുള്ളൂ. അല്ലല്ല, നോക്കൂ, ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കലല്ല ഇന്നത്തെ എൻ്റെ പണി. ഇന്നത്തെ എൻ്റെ പണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കലാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറയുന്നതും വ്യക്തതയില്ലാത്തതും നിങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പണം കൊടുക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു.
അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമില്ല, അവർ കയറുന്നതില്ല. അല്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. നിങ്ങൾ ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും. ഒരു തർക്കവും വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.